ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഫേസ് പാക്ക് ഒന്നുമല്ല. എന്നാൽ നമുക്ക് മുഖം പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കാല്. അപ്പോൾ നമ്മളൊരു കാലിൻ്റെ വീഡിയോ നമ്മളിവിടെ ഇട്ടുണ്ടായിരുന്നു. കാലെങ്ങനെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മളിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ഡ്രൈനെസ്സിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു നല്ല രീതിക്ക് നല്ല ഭംഗിയുള്ളതൊക്കെ ആക്കിയ ഒരു വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസിലൊക്കെ അത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു നമ്മൾ കാൽമേക്കുള്ള ആ ക്രീം എങ്ങനെ തയ്യാറാക്കണേ ചേച്ചി എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ പേർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. ഇപ്പോഴും നമ്മൾ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ക്രീം ഞാൻ ഒന്നും കൂടിയും എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആ ക്രീമിൻ്റെ ഗുണങ്ങൾ ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു ക്രീമാണ്. അതിലേക്കൊക്കെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അലോവേരയുടെ ജെല്ല് ഇത് നമുക്ക് കാലുമലിക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളതാണ്. വെള്ളം ഓർഡർ ചെയ്തപ്പോൾ വന്നത് പച്ചയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കയ്യുമലിക്കും കാലുമലിക്കും ആക്കാൻ പറ്റിയിട്ടുള്ളതാണ്. വൈറ്റ് അലോവേര ജെല്ല് നമുക്ക് മുഖത്തേക്ക് ക്രീം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഇത് പിന്നെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണ്ടത് വാസലിൻ, പിന്നെ നമ്മുടെ റോസ് വാട്ടർ, ഇവിയോൻ്റെ ഗുളിക കേട്ടോ. ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയൊരു ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണാം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ആയാലും കാലായാലും ഒരിക്കലും ഡ്രൈ ആയിട്ട് പോവില്ല. നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഞോണ്ടി 2 കാലുമേൽ തേച്ച് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ കാലിൻ്റെ ഭംഗിനെ നമുക്ക് കാണുമ്പോൾ നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. നമുക്ക് ഏറ്റവും വൃത്തി വേണ്ടത് നമ്മുടെ കാലിനാണ്. കാല് വരവിള്ളലൊക്കെ വന്നതൊക്കെ മാറിപ്പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൽ വാസലിൻ കൂടി ചേർക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെയാണ്. ആ വരവിള്ളലൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്താവും, നല്ല കളറൊക്കെ വയ്ക്കും. ആ ചുളിച്ചിലൊക്കെ എപ്പോഴോ പോയി എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 2 ദിവസം തേക്കുമ്പോൾ നമ്മുടെ കാലിലുണ്ടാവണം മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തനിയെ മനസ്സിലാവും. ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾ ഈ ക്രീം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇതിലിപ്പോൾ ഇല്ലാത്തത് എന്താ വെച്ചാൽ മിക്കവാറും വീട്ടിലും ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട്. വാസലിനൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇവയോണ്ട് ഗുളിക നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്നതാണ്. റോസ് വാട്ടറും എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ചെപ്പ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ അനാവശ്യമായിട്ടുള്ള ക്രീമുകൾ മേടിച്ചിട്ട് നമുക്ക് പേടിയോട് കൂടി തേക്കേണ്ട. ഇതാകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ സാധനമാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കുക യാതൊരു പേടി ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് നമ്മളുണ്ടാക്കിയ ക്രീം നമ്മുടെ കാലുമ്മേ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നൈറ്റിൽ പറ്റണ നൈറ്റിൽ മാത്രം തേക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിലാണ്, ഈ ഒരു വലിയ ടീസ്പൂണിൻ്റെ അളവിലാണ് എല്ലാം എടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അലോവേരയുടെ ജെല്ല് എടുക്കുകയാണ്. ഈ പച്ച കാണാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അലോവേരയുടെ ജെല്ല് പച്ച കാണാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും വൈറ്റ് മാത്രമേ മിക്കവർക്കും അറിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ വെച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ അതും 2 ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ കാലിനെ നല്ല രീതിക്ക് കൊണ്ടുവരുന്നതാണ് വെളിച്ചെണ്ണ. അതും ഒരു 2 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് 2 ഇവിയോണ്ട ഗുളിക കേട്ടോ. വൈറ്റമിൻ ഇയുടെ ഗുളിക. ഇനിയിപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് 2 എണ്ണം എടുത്തത്. വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കയ്യിലെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടോ, ഇതാകെ ഈ ഒരു ക്യാപ്സ്യൂളിൽ നമുക്ക് ഇത്രയും കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തത്. ഇത് കാലുമലിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് കയ്യുമലിക്കും നമുക്ക് തേച്ച് കിടക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ.
ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താ, നമ്മുടെ വാസലിൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെപ്പുകളൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മളിതിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഗ്ലിസറിൻ ഞാൻ ചേർത്തിട്ടില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകൽ ഇത് തേച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഗ്ലിസറിൻ ചിലപ്പോൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്കാനായിട്ട്, തൊലി കറക്കാനായിട്ട് ഇടവരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാലൊക്കെ എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇത് നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്തിരി പണിയുണ്ട്, അതാണ് ഇത്തിരി ഒരു പണിയുള്ളത്. എന്നാലും നമ്മൾ വിചാരിച്ച ഒരു ക്രീമിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പേജിലായാലും നമ്മുടെ യൂട്യൂബിലായാലും ആ ഒരു വീഡിയോ നല്ല രീതിക്ക് റീച്ചായിട്ടുണ്ട്. അപ്പോൾ അതിനേതായ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് നമുക്കത് കാണുമ്പോൾ അത് ലൈവായിട്ടുള്ള നമ്മളിവിടെ ഓരോ വീഡിയോസും കാണിക്കുന്നത്. മുഖത്തത്തെ പാക്ക് ആയാലും അത് നമ്മൾ കാലുമത്തെ ആയാലൊക്കെ നമ്മൾ ലൈവായിട്ടാണ് നമ്മളതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ഇത്രയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നല്ല രീതിക്ക് ഇതേപോലെ മിക്സ് ചെയ്താലേ നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഞാൻ കുറേ പേർക്കൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെയും നമുക്ക് ആ വീഡിയോ ഓടണോണ്ട് അതിൻ്റെ വീഡിയോസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അതൊന്നും കൂടെ, എനിക്കാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയത് ഇവിടെ കഴിയുകയും ചെയ്തു. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ചെപ്പ് ഇവിടെ കാലി. ഇതേപോലത്തെ ചെപ്പിലൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. ഇനി ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ചെപ്പിലാക്കി വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ഒരു മാസത്തേക്കൊക്കെ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ഇതിൽ നിന്ന് ഒരു ഒറ്റ ഞോണ്ടി കാലുമണിക്ക് തേക്കാവുന്ന കാര്യമുള്ളൂ. കാലുമണിക്കായാലും കയ്യുമണിക്കായാലും നമ്മുടെ കയ്യിനൊന്നും ചുളിച്ചിൽ വരില്ല. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് ചുളിച്ചിൽ വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് പോയി കിട്ടും. മുഖത്തത്തെ ആയാലും അതെ, നമുക്ക് കയ്യുമലും കാലുമലൊക്കെ ആണെങ്കിൽ ആ ചുളിച്ചിൽ വന്നാൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ തേച്ചിട്ട് തന്നെയാണ് നമ്മുടെ കയ്യും കാലൊക്കെ ഇതേപോലെ തന്നെ ഇരിക്കുന്നത്. നമ്മളിവിടെ ഓരോ ക്രീമുകൾ തേക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. മുഖത്തത്തെ ക്രീമായാലും അത് നൈറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുഖത്തിനൊന്നും ഒരു ദോഷമില്ലാതിരിക്കുന്നത്. നാച്ചുറൽ സ്കിന്നാണ്, അതുപോലെ തന്നെ നാച്ചുറൽ ക്രീമുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ മുഖം നാശാക്കണേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ ക്രീമുകളുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഇത് ഇങ്ങനെ എഴുതി ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ, ഇങ്ങനെ ആയിട്ടുള്ളൂ. കുറച്ച് നേരം കൂടി നമുക്കിത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കാലുമലിക്കും കൈമലിക്കുള്ള അടിപൊളിയൊരു ക്രീം. ഇതാ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു ചെപ്പിലൊക്കെ ആക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.